നിനക്ക് വേറൊരു കിണറും ചാടാൻ കിട്ടിയില്ലേ? എന്തോ വെള്ളം നോക്കി ഇതിനകത്തൊക്കെ. ഓ നിറച്ച് വെള്ളം. ഓ കണ്ട ഒന്നും മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. അതെ. എങ്ങനെയുണ്ട്? എടുക്കുമല്ലേ ഇത്? അതാ അങ്ങനെ പറഞ്ഞ വാതില്, കിളിവാതില്. വൈകുന്നേരം അവിടെ കയറി നിന്ന് ചായം കുടിച്ചോണ്ടിരിക്കുന്ന രസമായിരിക്കല്ലേ. പണി തൊഴിലില്ലാത്ത ആൾക്കാർക്ക് അതൊക്കെ ചിന്തിക്കാം. പണിയില്ലാത്ത എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് നിന്റെ അക്കൗണ്ട് നമ്പറാ കൊടുത്തേ. അപ്പൊ നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവും കേട്ടോ മാസം കാശ്. അറിയായിരുന്നു. അപ്പൊ അതില് 5-ാം തീയതിക്ക് മുമ്പ് പൈസ ഇട്ടേക്കണം. 10,000 12,000 രൂപ പറഞ്ഞത് 10,000 രൂപ എത്തിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? വീട്ടുകാർ ഇഷ്ടപ്പെടും. ആ ഒരു പഴയ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി ഉള്ള ബിൽഡിംഗ് അല്ലേ. കൊള്ളാം. പാർക്ക് ചെയ്യാനൊക്കെ കുറേ സ്ഥലമുണ്ട്. അതുകൊണ്ട് ചെടികളും മുറ്റടിക്കാൻ അപ്പുറത്ത് പറമ്പും. നമ്മുടെ വീട്ടിലും കുറെ ചെടി ഉണ്ടല്ലോ, അപ്പൊ ഇവിടെയും കുറെ ചെടി ഉണ്ട്. അപ്പൊ സെറ്റ്. താഴെ വയലുണ്ട് കേട്ടോ, വേണേ കൃഷി ചെയ്യാം. ഓ ഇനിയിപ്പോ വേറെ പഠിക്കൊന്നും പോകുന്നില്ല, ഇനി കൃഷിക്കാണോ എടുത്തത്? അത് രസമല്ലേ ഇതൊക്കെ, കാളയും കലപ്പയും. ഇപ്പൊ എടുക്കുമല്ലേ? എടുക്കാം. അഡ്വാൻസ് 90,000 രൂപ കേട്ടോ. അതുണ്ടോ? 3 മാസം വാടക. അതൊക്കെ കൂടെ നിൽക്കട്ടെ. നമ്മുടെ ആ ബ്രോക്കർ ഇല്ലേ, ചെറിയൊരു കിളിയാന്ന് തോന്നുന്നു അല്ലേ? ഒരു വട്ടനെ പോലെ. ഞാൻ എന്തൊക്കെയാ ചോദിച്ചാ, അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ദാമ്പത്യം എങ്ങനെ പോകുന്നു, നമ്മളുടെ ദാമ്പത്യം എങ്ങനെ പോകുന്നു? അയാൾക്ക് ബ്രോക്കർ പണി ചെയ്ത് തലക്ക് പിടിച്ചു തോന്നുന്നു. അതെ, എല്ലാത്തിലും ബിസിനസ്സാ. മറ്റേ ജ്യോതിഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അങ്ങേർക്ക് അതും ഉണ്ടെന്ന്. ജ്യോതിഷോ? അങ്ങേരല്ല, എല്ലാത്തിനും കമ്മീഷൻ അടിക്കാനുള്ള പരിപാടി അത് തന്നെ. അല്ലാതെ അൾട്ടിമേറ്റ് ലക്ഷ്യം അതാ. നമ്മളതൊക്കെ ചോദിക്കാം. മുഖം കണ്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു ചെറിയൊരു അരപ്പിൽ ലൂസ്. പാവം. ശരി ബാ. കാറൊക്കെ ഇടാൻ കേട്ടോ എന്റെ. നീ നന്നേ, നിന്റെ കാർ ഭ്രാന്ത്. എടുത്ത് പൈസ ഞാൻ കൊടുത്തു. താമസം മാറി. ഞാനും അവളും ഉണ്ട് ഇവിടെ ഇപ്പൊ. നല്ല വീടാ. അടുത്ത നിഖിലേ, അങ്ങോട്ട് വിളിക്കാതെ ഇപ്പൊ. ഏഞ്ചൽ ഡേവിസ്. നിഖിൽ മദനൻ. അതെ. നീ എപ്പോഴും ഓർക്കണ്ടോ? മറന്നാലല്ല ഓർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓർക്കാരൊക്കെ ഉണ്ടല്ലേ. നീ എന്താ ഇവിടെ? ഇതിപ്പോ ഞാനിവിടെ താമസിക്കുന്നേ. നീ എവിടെ താമസിക്കണേ? അതെ, ഞാൻ തൊട്ടപ്പുറത്ത് താമസിക്കുന്നേ. ഇതിന്റെ അപ്പുറത്താണോ വീട്? ആന്നേ, ഞാൻ അതിക്കൂടെ നടന്നു വന്നപ്പോ പെട്ടെന്ന് നിന്നെ കണ്ടു. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. ആണോ? ഭയങ്കര സർപ്രൈസ് ആയി പോയി. കോളേജ് കഴിഞ്ഞിട്ട് നിന്നെ കൊറേ ഞാൻ തപ്പിയായിരുന്നു. നിന്നെ കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് നിന്റെ കൂടെ പഠിക്കുമ്പോൾ ഞാൻ നിന്റെ പുറകെ കുറെ നടന്നില്ലേ. പക്ഷെ നിനക്ക് അന്ന് എന്നോട് താല്പര്യമില്ലായിരുന്നല്ലോ. അപ്പൊ ആ ഒരു വിഷമത്തിൽ ഞാൻ നാട് വിട്ടുപോയി. എന്റെ കല്യാണം കഴിഞ്ഞോ? അതാ പറഞ്ഞു വരുന്നത്. നാട് വിട്ടുപോയപ്പോ എനിക്ക് വേറെ കുട്ടി ഇഷ്ടപ്പെട്ടു. ഓ, അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞു. നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. എന്താ? നിന്റെ പ്രണയം എനിക്ക് ഒരുപാട് വൈകിയാ മനസ്സിലായേ. വൈകിയേ മനസ്സിലാവുള്ളൂ. ആ ഒരു റിഗ്രറ്റ് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞാനും എന്നും ഓർക്കാറുണ്ട്. എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്. ഓർക്കാറൊക്കെ ഉണ്ടല്ലേ? എന്നും ഓർക്കാറുണ്ട്. എങ്ങനെ പോണു കല്യാണം കഴിഞ്ഞിട്ട്? പ്രശ്നമൊന്നുമില്ല. പക്ഷേ നീ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിരുന്നു. നമുക്ക് പണ്ട് മുതലേ അറിയാവുന്നതുകൊണ്ട് നമുക്ക് സംസാരിക്കാലോ. തൊട്ടപ്പുറത്തല്ലേ? എനിക്ക് നമ്പർ തരണേ. അല്ലെങ്കിൽ വേണ്ട, ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിഖിൽ_മദനൻ. ഇതാരാ? ഇതാണ് എന്റെ ഭാര്യ. ഇതെന്റെ ഏഞ്ചൽ. അല്ല, ഇത് ഏഞ്ചൽ ഡേവിസ്. ഞങ്ങളുടെ പഴയ എന്റെ കോളേജ് മേറ്റാ. ഹായ് ഹായ് ഹലോ. ഇതാണല്ലേ ഭാര്യ? അതെ. ഞാൻ തൊട്ടപ്പുറത്താ താമസിക്കുന്നത്. ഇവിടെ ഇതിനപ്പുറത്ത്. ഇപ്പൊ പറഞ്ഞതാ. ഞങ്ങൾ സെയിം കോളേജ് ആയിരുന്നു. അതെ. ആക്ച്വലി ആൾക്ക് എന്നെ ഇഷ്ടായിരുന്നു. കൊറേ നാളിങ്ങനെ പിറകെ നടന്നായിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴാണ് ഒരു കുറച്ച് മുമ്പ് തൊട്ട് എന്തോ ഒരു തോന്നല്. പണ്ടത്തെ 10 വർഷം മുമ്പ് ഞാൻ കോളേജിൽ പഠിച്ച കാര്യമൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുക. ഞാൻ ഇപ്പോഴും പരിചയം പുതുക്കിയപ്പോഴേ ഇവിടെ അറിയുന്ന പോലും. സെറ്റായില്ല. സെറ്റാക്കണം. അല്ല പോക്കിയോ, ഞാൻ പിന്നെ കാണാം. നമുക്ക് കാണാം. ഞാൻ വരാട്ടോ. ഡിന്നറോ അല്ലെങ്കിൽ നാളെ ചായ കുടിക്കാൻ വന്നാൽ മതി. അല്ല, ഡിന്നറിന് വരണമെങ്കിൽ വരാം. ഡിന്നറിന് വരാം. വിളിക്കാം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അല്ല, ഓക്കെ അല്ല. ഡിന്നർ നമ്മള് പോവില്ലേ? നമ്മള് വീട് നോക്കാൻ വന്നല്ലേ. ചായ കുടിക്കാൻ വരാം. ഈ ഒരു ദിവസം വരും. വരും, ഉറപ്പായിട്ട് വരും. കാണാം. ബൈ 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 ബൈ. എന്ത് നല്ല കുട്ടിയായിരുന്നു. എന്താ അപ്പൊ ഇത് നിന്റെ ഫുൾ നാടകമായിരുന്നല്ലേ? എന്തുവാ പഴയ കാമങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീടും കണ്ടുപിടിച്ച്? എനിക്കറിയത്തില്ല. ഇവളോടുള്ള ഇപ്പൊ വിളിച്ചോണ്ടിരുന്നപ്പോ അവളവിടെ ഇവിടുന്ന് ഇറങ്ങി വന്നപ്പോഴാ എന്നോട് പറഞ്ഞു. എനിക്കറിയത്തില്ല സത്യമായിട്ടും. ഉടായിപ്പിന്റെ ആശാനെ, നീ അങ്ങോട്ട് അല്ലെന്ന്. അല്ല,
ഓ 150 കൂട്ടം പരിപാടികളാണേ. എന്തൊരു സങ്കടം. ഓ വീട് ഇഷ്ടപ്പെട്ടില്ലേ? വീടിന്റെ അല്ല, ഒരു അയൽവക്കക്കാരിയുണ്ട്, ഒരു കൊച്ചിപ്പുറത്ത്. ആ കൊച്ചിയും ഞാനും തമ്മിൽ പണ്ടൊരു ബന്ധമുണ്ടായിരുന്നു. അല്ല, ഒരു ഫ്രണ്ടായിരുന്നു. അത് അവളും എൻ്റെ ഭാര്യയും തമ്മിൽ നിന്ന് സംസാരിച്ച് കുറച്ച് മുമ്പ്. അതുകൊണ്ട് വഴക്കൂടി അവൾ കയറിപ്പോയത് അകത്തോട്ട്. ആകെ മൂഡ് ഓഫ് ആയി. വൈഫിന്റെ കേസൊന്നും പ്രശ്നമില്ല, പോയി കഴിഞ്ഞാൽ. അല്ല, നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന്. എന്തിന്? അല്ല, ഈ ബന്ധങ്ങളുടെ കാര്യത്തിലേ അതിപ്പോ ഒന്ന് പോയാൽ പോട്ടെന്ന് വെക്കണം. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ആളാ. അവള് കേട്ടാ ചെറുകുറ്റി അടിച്ച് കൂട്ടിയും കേട്ടോ. അതല്ല, ഞാൻ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞ. അതെ അതെ. അപ്പം ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോ എത്ര രൂപ നിങ്ങൾ റെന്റ് പറഞ്ഞു? ഇതിന്റെ റെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ഞങ്ങൾ ഒരു 15,000 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കാറ്. പറയണ മൊത്തത്തിൽ കേക്ക്. നമുക്കൊരു 12 രൂപയ്ക്ക് ഡീൽ ചെയ്യാം. 12,000 രൂപയോ? ഒരു 10,000 രൂപ ചെയ്യാൻ പറ്റുമോ? 10,000 രൂപ? ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. സാധാരണ ബാച്ചിലേഴ്സും ഒക്കെ ആണെങ്കിൽ ഇതിൽ കുട്ടികളൊന്നും ഇല്ലല്ലോ. അല്ല, നിങ്ങൾ രണ്ടുപേരെ ഉള്ളെന്നുള്ളതിന്റെ അല്ല, ഇപ്പോഴത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ വളരെ നല്ല സംഭവമാണ്. നമ്മൾ കേടുപാടുകളൊന്നുമില്ല. പക്ഷെ ഒരു 3 മാസം അഡ്വാൻസും ഇല്ലേ? അപ്പം 12,000 36 രൂപയാവും. അല്ല, അത് കൂടുതലായിട്ട് എനിക്ക്. നിങ്ങൾ അമേരിക്കക്കാർക്കൊക്കെ ഈ 12,000 രൂപയൊക്കെ വലിയ. അയ്യോ, അമേരിക്കക്കാരി ഞാനല്ല, ഞാനിവിടെ ഈ തൊട്ടടുത്തുള്ള ഇറക്കനാ. ഇവളാണ് അമേരിക്കക്കാരി. അല്ല, ആരെങ്കിലും ഒരാളുണ്ടല്ലോ. ഞാനേ ഇത് മറ്റേ അറേഞ്ചർ മാരേജ് അല്ല, ഞാൻ അടിച്ചോണ്ട് വന്നേ. അതുകൊണ്ട് കാശൊന്നും ഇല്ല, എനിക്ക് ജോലിയില്ല. അവൾക്ക് മാത്രമേ ഇപ്പൊ ജോലി ഉള്ളൂ. അതാ പറയാം എന്തേലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നു. അപ്പൊ പിന്നെ മെയിൻ്റനൻസ് ഉണ്ട്. പിന്നെ ആകെയൊക്കെ ഒന്ന് വൃത്തിയാക്കി തട്ടിച്ച് കുറഞ്ഞ് എടുക്കണേ തന്നെ ഇപ്പൊ എത്ര രൂപ കൊടുക്കണം ഒരാൾക്ക്. പിന്നെ നിങ്ങളുടെ കമ്മീഷൻ നിങ്ങളൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഒരു മെയിൻ്റനൻസും ചെയ്യാനില്ല, എല്ലാം കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന ആളാണ്. പിന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതാണ്. എന്നാലും നമ്മളൊരു പുതിയതായിട്ട് വീട്ടിൽ കയറി താമസിക്കുമ്പോൾ ഒരു 2 ദിവസം പണി വൃത്തിയാക്കി ഇടണ്ടേ? ഇത് മൊത്തം വലിയ സംഭവമൊക്കെ ഓക്കെയാ. എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യട്ടാ, കഷ്ടമുണ്ട്. അങ്ങനെ പറ, അല്ലാതെ എന്റെ പെടലിക്കോട്ട് വെക്കുകയല്ല ചെയ്യേണ്ടത്. അഡ്ജസ്റ്റ് ചെയ്യാൻ. അതായത് ഇവിടെ വൃത്തിയാക്കി ഇടണം എന്ന് ഞാൻ അങ്ങോട്ടാണ് പറയുന്നത്. ഞങ്ങൾ വൃത്തിയാക്കി, ഞങ്ങൾ നല്ല അന്തസ്സുള്ള ആൾക്കാരല്ലേ, ആള് വൃത്തിയാക്കിക്കോളൂ. അതെ, ഞങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വരുന്ന അന്തസ് കാത്ത് സൂക്ഷിച്ചതിന് ഇരിക്കണം. ഇരിക്കും. ഇപ്പൊ വാടകയുടെ കാര്യത്തിൽ 12 എന്നുള്ളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലേ? നമുക്ക് നോക്കാം. ഞാനേ ഓണറിനോട് സംസാരിച്ചിട്ട് പുള്ളിയായിട്ട് വരാം. പുള്ളി വളരെ ഒരു നല്ല മനുഷ്യനാണല്ലേ, എനിക്ക് തോന്നി. ആൾക്കാരുടെയൊക്കെ ചോദിച്ചാൽ അറിയാം. അതുകൊണ്ട് മേലെ ഇവിടെ അലമ്പൊന്നും കാണിക്കും. ഞങ്ങൾ 2 ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ, എന്താ അലമ്പ? ഞാനെന്താണല്ലോ ഓണറിനെ ഒന്നും വിളിച്ചോണ്ടങ്ങ് വരാം. വിളിച്ചോണ്ട് പോവാ. അതെ, അവിടെ ചെന്ന് ഈ അമേരിക്കന്നൊന്നും പറയല്ലേ കേട്ടോ. ചേട്ടൻ പിന്നെ ഓണറായിട്ടൊക്കെയാ വരുന്നതെന്ന് പറഞ്ഞിട്ട്? ഓണറായിട്ട് തന്നെ വന്നിരിക്കുന്നു. എവിടെ? അല്ല, ഞാൻ തന്നെ. നേരത്തെ നിങ്ങൾ രാവിലെ കണ്ടില്ലേ, അതാണ് ബ്രോക്കർ സത്യശീലൻ. നിങ്ങൾ നെറ്റിയിൽ കുറി ശ്രദ്ധിച്ചില്ല? നിങ്ങൾ ട്വിൻസ് ആയിരുന്നല്ലേ? ട്വിൻസ് അല്ല, ഞാൻ ആ കുറി മായിച്ചിട്ട് ഞാൻ തന്നെയാ വന്നിരിക്കുന്നത്. പേടിക്കണ്ട, ഞാൻ തന്നെ ഓണർ. നിങ്ങൾ തന്നെ ഓണർ, നിങ്ങൾ തന്നെ ബ്രോക്കറോ? എന്ന് വെച്ച് നിങ്ങൾ അതിന്റെ ആയിട്ടുള്ള റെസ്പെക്ട് ഒന്നും തരണ്ട. ബ്രോക്കറായിട്ട് തന്നെ കണ്ടാൽ മതി. കാരണം ഞാൻ ആളൊരു പാവമാണ്. അപ്പൊ അതെ, നമ്മുടെ മറ്റേ ഇതിന്റെ പേപ്പറുകളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം വിശദമായിട്ട് വായിച്ചു നോക്കിക്കോ. അപ്പോ പിന്നീട് വെച്ച് നോക്കാം. അല്ലെ, ഡിസ്കൗണ്ടിന്റെ ആദ്യം ഇനിയിപ്പോ ഓണറിനോട് നേരിട്ട് സംസാരിക്കാമല്ലോ. അല്ല, അത് ഓണർ സമ്മതിക്കുന്നില്ല. ചേട്ടൻ തന്നെയല്ലേ സമ്മതിച്ചത്? ചെറിയൊരു ഫാമിലി അല്ലേ ഞങ്ങള്, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളു. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള വരാനിരിക്കുന്ന ആൾക്കാർ? അയ്യോ, അവര് വരും എന്ന് പറഞ്ഞ പാലുകാച്ചിന് വന്നിട്ട് പോവാ. ഞങ്ങൾ 2 പേരെ സ്ഥിരമായിട്ട് താമസിക്കുന്നുള്ളൂ. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പടിപടിയായിട്ട് പറയാം. 10-ലല്ലേ ഒതുക്കിയത്? നഷ്ടമാണ്, എന്നാലും നോക്കാം. മര്യാദക്കൊക്കെ നോക്കി കണ്ടൊക്കെ നോക്കിക്കോ. ഉറപ്പ്, അതൊക്കെ ഞങ്ങൾക്ക് ഫുൾ ഗ്യാരണ്ടി തരാം. പിന്നെ നമ്മളിതിൻ്റെ അകത്ത് എഗ്രിമെന്റിന്റെ അകത്ത് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് വിശദമായിട്ട്. അപ്പൊ അത് നോക്കിയും കണ്ടും കാര്യങ്ങള് മിസ്റ്റേക്ക് വരാതെ നോക്കണം. ഒന്നും ഇല്ലില്ല, ഒന്നുമില്ല. പിന്നെ പിന്നെ നമ്മുടെ ഫീസ് തന്നേക്കണം കേട്ടോ. ആ ബ്രോക്കറിന്റെ ഫീസും കൊടുത്തേക്കണം. ബ്രോക്കർ ചേട്ടന് അല്ല, നമ്മള് ബ്രോക്കറായിട്ട് വരുമ്പോ തന്നാൽ ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ട് ഇവിടെ താമസിക്കാം. ബ്രോക്കർ ഫീസിന് അതിന്റെ അകത്ത് ഇളവ്, എല്ലാത്തിനും കൂടെ ഇളവ് ചെയ്യേണ്ട കാര്യമുണ്ട്. അവസ്ഥ അതുകൊണ്ടാണ്. അപ്പൊ നമ്മളങ്ങ് സൈൻ ചെയ്തേക്കുമല്ലേ? പേനയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, വായിച്ചു നോക്കണമെന്നുണ്ടോ? ചേട്ടന്റെ പേര് സത്യശീലൻ എന്നല്ലേ? സത്യശീലൻ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഞാൻ ഒപ്പിടും കേട്ടോ. എല്ലാവർക്കും വലിയ വിശ്വാസമല്ലേ? നല്ല ഒപ്പാണല്ലോ. അവിടെ കൂടെ
നമ്മൾ ഒരുപാട് പേപ്പറും കൊണ്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അതെ. ആ പേനയുടെ ക്യാപ്പുകളെയല്ലേ ഇല്ല. എങ്ങനെ പോക്കറ്റൊന്നും ഇല്ല. അപ്പൊ എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് താക്കൂല തുറന്നിട്ടേക്കുവാ. തുറന്നിട്ടേക്കുമല്ലേ. എന്നാ ശരി, എന്നാ ഞാൻ അകത്തോട്ട് പോയിക്കോട്ടെ. ആയിക്കോട്ടെ. ഓക്കെ, എന്നാ കാണാം കേട്ടോ. അല്ല ബ്രോക്കർ പിന്നെ മേടിക്കാം.